നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുഎസിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്ന പൗരന്മാർ അതീവ ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, പല കോണുകളിലും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ യുഎസ് ഇപ്പോൾ പൗരന്മാർക്ക് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിക്കൊണ്ട് രംഗത്ത് വരുന്നത്. ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ ബലാത്സംഗവും ആക്രമണവും ഭീകരവാദവും വർദ്ധിച്ചു വരുന്നുവെന്നും അതീവ ജാഗ്രത പാലിക്കണമെന്നുള്ള ലെവൽ 2 നിർദ്ദേശമാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ കുറ്റകൃത്യങ്ങൾ അതിവേഗം വർദ്ധിക്കുകയാണ്. ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത്. മുന്നറിയിപ്പില്ലാതെയും മുന്നറിയിപ്പോടെയും ഭീകരാക്രമണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, മാർക്കറ്റുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ഭീകരർ ലക്ഷ്യമിടുന്നുവെന്നും നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. തീവ്രവാദ ഭീഷണി ഉണ്ടെന്നും കരുതിയിരിക്കണമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒഡീഷ, ഛത്തീസ്ഗഡ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില ഗ്രാമീണ മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നതിനും യുഎസ് സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക അനുമതി നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിൽ യുഎസ് പൗരന്മാർക്ക് അടിയന്തര സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് യുഎസ് സർക്കാരിന് പരിമിതിയുണ്ട്. സാറ്റലൈറ്റ് ഫോൺ, GPS ഉപകരണം എന്നിവ കൈവശം വെക്കുന്നത് ഇന്ത്യയിലോ നിയമവിരുദ്ധമാണ്. $20,000 പിഴയോ 3 വർഷം വരെ തടവോ ലഭിക്കാമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ജമ്മു കാശ്മീർ മേഖലയിലേക്കുള്ള യാത്രയ്ക്കും യുഎസ് പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭീകരവാദവും ആഭ്യന്തര കലാപവും കണക്കിലെടുത്ത് ലഡാക്ക്, ലേ ഒഴികെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യരുത്. ഇന്ത്യ പാകിസ്ഥാൻ നിയന്ത്രണ രേഖയിലും ഇത് സർവ്വസാധാരണമാണ്. യുഎസ് പൗരന്മാർ ഇന്ത്യ നേപ്പാൾ അതിർത്തി കടക്കരുതെന്നും നിർദ്ദേശത്തിലുണ്ട്. സ്ത്രീകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യരുത് തുടങ്ങിയവയാണ് മറ്റ് നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. മുന്നറിയിപ്പില്ലാതെയോ അല്ലെങ്കിൽ മുന്നറിയിപ്പോടുകൂടിയോ തന്നെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ ഒരുപക്ഷെ ഭീകരാക്രമണങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ജൂൺ 16 ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലേക്ക് നീങ്ങിയാൽ യുഎസ് പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് പരിമിതിയുണ്ട്. മഹാരാഷ്ട്രയുടെ കിഴക്കൻ മേഖല മുതൽ വടക്കൻ തെലങ്കാന വരെയും പശ്ചിമ ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലും അതീവ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. യുഎസ് സർക്കാർ ജീവനക്കാർക്ക് ഈ മേഖലകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പ്രത്യേക അനുമതി നേടണം. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതും ചോദ്യമാണ്. ജമ്മു കാശ്മീർ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ, മധ്യകിഴക്കൻ പ്രദേശങ്ങളിലേക്ക് മുൻകൂർ അനുമതിയില്ലാതെ യുഎസ് സർക്കാർ ജീവനക്കാരടക്കം പോകരുത്. ഇവിടങ്ങളിലെല്ലാം തലസ്ഥാനത്ത് നിന്ന് ഗ്രാമീണ മേഖലകളിലേക്ക് നീങ്ങിയാൽ കരുതൽ വേണമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ, മേഘാലയ, ഒഡീഷ തുടങ്ങിയ ഇടങ്ങളിലേക്ക് പോകുന്ന യുഎസ് പൗരന്മാർ മുൻകൂർ അനുമതി വാങ്ങണം. എമിഗ്രേഷനിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി യുഎസ് പൗരന്മാർ ഇന്ത്യ നേപ്പാൾ അതിർത്തിയും കടക്കരുത്. മണിപ്പൂർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്കുള്ള യാത്രയും സുരക്ഷിതമല്ലെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. വേവിക്കാത്ത ഭക്ഷണവും ഫിൽറ്റർ ചെയ്യാത്ത ഭക്ഷണവും ഇന്ത്യൻ യാത്രകളിൽ ഒഴിവാക്കണമെന്നും ഇന്ത്യൻ റോഡുകളിലും പൊതുഗതാഗതങ്ങളിലും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട്.